ഒരു വർഷം കൂടി കൊഴിഞ്ഞു പോവുകയാണ്. 2016 എന്ന വർഷം കേരളത്തിന് എങ്ങനെയായിരുന്നു? 2016 കേരളനാട് സാക്ഷ്യം വഹിച്ച പ്രധാന സംഭവവികാസങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണിത്. കേരളം കണ്ടത്. ഓരോ ദുരന്തങ്ങളും കലണ്ടർ താളുകളിൽ ചോര വീഴ്ത്തുന്നതാണ്. 109 ജീവനുകൾ നഷ്ടമായ പുറ്റിങ്ങൽ ദുരന്തമാണ് 2016 കേരളത്തെ നടുക്കിയത്. കൊല്ലം ജില്ലയിലെ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ ഏപ്രിൽ മാസം 10-ാം തീയതി പുലർച്ചെ 3:30 കേരളത്തെ നടുക്കിയ ദുരന്തമുണ്ടായത്. സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടമായിരുന്നു പുറ്റിങ്ങലേത്. 109 പേർ മരിക്കുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോ മുൻകരുതലുകളോ ഇല്ലാതെ നടത്തിയ മത്സര വെടിക്കെട്ട് അശ്രദ്ധ കൂടിയായപ്പോൾ കൂട്ടമരണത്തിലാണ് കലാശിച്ചത്. 2016 ഭരണമാറ്റത്തിൻ്റെ വർഷം കൂടിയായിരുന്നു. കേരളത്തെ ഇളക്കിമറിച്ച ഇടതുതരംഗത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. BJP ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറന്നതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. മെയ് 16-ാം തീയതി സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് കേരളം ജനവിധി എഴുതി. 77.35% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഭരണം തുടരാൻ അവസരം കിട്ടുമെന്ന് UDF-ഉം നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്ന് LDF-ഉം കുറഞ്ഞത് 3 സീറ്റെങ്കിലും നേടാനാകുമെന്ന് BJP-യും കണക്ക് കൂട്ടി. അനുകൂലമായ തരംഗമുണ്ടെങ്കിൽ വലിയ വിജയം നേടുമെന്നും ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞു. പലവിധ കണക്കുകൂട്ടലുകൾക്കിടെയാണ് മാതൃഭൂമി ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം തെരഞ്ഞെടുപ്പ് ദിവസം രാത്രി വന്നത്. ആ എക്സിറ്റ് പോളാണ് വോട്ടെണ്ണൽ കാത്തിരിപ്പിനിടെ കേരളം ചർച്ച ചെയ്തത്. 14-ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗവുമില്ലെന്ന പൊതുവിലയിരുത്തലിനിടെയാണ് മാതൃഭൂമി ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ കൃത്യമായ ഇടതു തരംഗം പ്രവചിച്ചത്. 88-നും 101-നും ഇടയിൽ സീറ്റുകൾ LDF നേടുമെന്ന് മാതൃഭൂമി എക്സിറ്റ് പോൾ പ്രവചിച്ചു. UDF-ന്റെ അംഗബലം 48 സീറ്റുകൾക്ക് താഴെയായി ചുരുങ്ങുമെന്നും പ്രവചിച്ചു. നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള എക്സിറ്റ് പോൾ ഫലത്തിൽ പല വൻമരങ്ങളും കടപുഴകുമെന്നും വ്യക്തമാക്കിയിരുന്നു. കെ ബാബുവും ഷിബു ബേബി ജോണും അടക്കം പല മന്ത്രിമാരും പ്രമുഖരും പരാജയപ്പെടുമെന്ന് മാതൃഭൂമി എക്സിറ്റ് പോൾ പ്രവചനം നടത്തി. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ശ്രദ്ധേയമായ മത്സരം നടന്ന അഴീക്കോട് മണ്ഡലത്തിൽ UDF ജയിക്കുമെന്നാണ് സർവേ ഫലം വന്നിരിക്കുന്നത്. KM ഷാജി വിജയിക്കും, MV നികേഷ് കുമാർ പരാജയപ്പെടും എന്നാണ് സർവേ ഫലം. കണ്ണൂർ മണ്ഡലത്തിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി കോൺഗ്രസിന്റെ LDF-ന്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയിക്കുമെന്നാണ് സർവേ ഫലം വന്നിരിക്കുന്നത്. ധർമ്മടത്ത് പിണറായി വിജയനും തലശ്ശേരിയിൽ AN ഷംസീറും വിജയിക്കുമെന്നാണ് സർവേ ഫലം. കൂത്തുപറമ്പിൽ, അതാണ് മറ്റൊരു ശ്രദ്ധേയമായ മത്സരം നടന്ന സ്ഥലം. കൂത്തുപറമ്പിൽ അടുത്ത മന്ത്രി വീഴുകയാണ്. KP മോഹനൻ അടുത്ത മന്ത്രി വീഴുകയാണ്. LDF വിജയിക്കും കൂത്തുപറമ്പിൽ എന്നതാണ് സർവേ ഫലം. അവിശ്വസനീയതയോടെ പലരും കണ്ട എക്സിറ്റ് പോളിനെ ശരിവെക്കുന്നതായിരുന്നു ജനവിധി. കേരളമാകെ പടർന്ന ഇടതു തരംഗത്തിൽ 140-ൽ 91 സീറ്റും LDF നേടി. അടിതെറ്റി വീണതാകട്ടെ നിരവധി പ്രമുഖരും. മെയ് 19 കേരളം ആര് ഭരിക്കുമെന്ന് വ്യക്തമാക്കി. ഒരിക്കൽ കൂടി ചെങ്കോട്ടയായി കേരളം മാറിയപ്പോൾ ഇടതുമുന്നണി വാരിയെടുത്തത് 91 സീറ്റുകളാണ്. UDF-ന് കനത്ത തിരിച്ചടി കിട്ടി. 47 സീറ്റുകൾ മാത്രമാണ് UDF-ന് നേടാനായത്. 4 മന്ത്രിമാരും നിരവധി പ്രമുഖരും കടപുഴകി നിലം പതിച്ചു. BJP നേമത്ത് O രാജഗോപാലിലൂടെ അക്കൗണ്ട് തുറന്നു. നേരിയ വോട്ടുകൾക്ക് K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടു. കൊല്ലം ജില്ലയിലെ മുഴുവൻ സീറ്റുകളും LDF സ്വന്തമാക്കിയപ്പോൾ ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ UDF-ന് ഓരോ MLA മാത്രമേ വിജയിപ്പിക്കാനായുള്ളൂവെന്നതും ചരിത്രമായി. 4 ജില്ലകളിലാകട്ടെ കോൺഗ്രസിന് ഒരു MLA പോലും വിജയിപ്പിക്കാനായില്ല. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ വലിയ തിരിച്ചടിയായിരുന്നു 2016-ലെ തിരഞ്ഞെടുപ്പ് ഫലം. കേരള മുഖ്യമന്ത്രിയായി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ പാർട്ടി തീരുമാനിച്ചു. 19-അംഗ ഇടതുമുന്നണി മന്ത്രിസഭയെ പ്രതീക്ഷയോടെയാണ് പൊതുസമൂഹം വരവേറ്റത്.
CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് പിണറായി വിജയൻ കേരളത്തെ നയിക്കണമെന്ന തീരുമാനമെടുത്തത്. ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന VS അച്യുതാനന്ദനെ അനാരോഗ്യവും പ്രായാധിക്യവും കണക്കിലെടുത്ത് പരിഗണിക്കാനാകില്ലെന്ന് പാർട്ടി നേതാക്കൾ അദ്ദേഹത്തെ AKG സെന്ററിൽ വിളിച്ചു വരുത്തി അറിയിച്ചു. Considering Comrade VS's age and his physical limitations today, and recognizing his role and continuing to recognize and the fact that he'll continue to play that role, Comrade VS is like Fidel Castro for Kerala. മെയ് 25-നാണ് സംസ്ഥാനത്തെ 22ാമത് മന്ത്രിസഭ അധികാരമേറ്റത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ വലിയ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും 18 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ചന്ദ്രശേഖരൻ ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശിഷ്ടതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്ക് നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പുതുമുഖങ്ങളുടെ പ്രാതിനിധ്യം കൂടുതലുള്ള നിയമസഭയാണ് ഇത്തവണ ഉണ്ടായത്. ചെറുപ്പക്കാരുടെയും വനിതകളുടെയും സാന്നിധ്യം 22ാമത് നിയമസഭയിൽ കൂടി. കേരള നിയമസഭയുടെ 22ാമത് സ്പീക്കറായി P. ശ്രീരാമകൃഷ്ണനെ തെരഞ്ഞെടുത്തു. BJP MLA O. രാജഗോപാൽ LDFിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു. ശ്രീരാമകൃഷ്ണൻ എന്നുള്ളതായ ഒരു നല്ല പേരുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്ത്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയാണ് എൻ്റെ ധർമ്മം എന്ന് ഞാൻ കരുതി. നേരത്തെ UDF ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയുകയാണ്. ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ട് കൂടുതൽ വ്യക്തമാവുകയാണ്. പുതിയ സർക്കാർ അധികാരമേറ്റ് അധികം വൈകാതെ തന്നെ ബജറ്റ് പുതുക്കി. ജൂലൈ 8-ാം തീയതി ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് തിരുത്തൽ ബജറ്റ് അവതരിപ്പിച്ചു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന് ശ്രീനാരായണ ഗുരു വിളംബരം ചെയ്തതിൻ്റെ 100ാം വാർഷികമാണ് ഇക്കൊല്ലം. 12,000 കോടി രൂപയുടെ മാന്യവിരുദ്ധ പാക്കേജ് ഞാൻ സഭയുടെ മുന്നിൽ വെക്കുകയാണ്. ഈ പാക്കേജിൽ വലിയ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, പാർക്കുകൾ തുടങ്ങിയ മൂലധന ചെലവുകൾ മാത്രമാണുള്ളത്. നൂൽപ്പാലത്തിന്മേൽ കൂടിയുള്ള നടത്തമാണിതെന്ന് ജാഗ്രതപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വലിയ റവന്യൂ കമ്മി കണ്ട് ഭയപ്പെടാതെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ്. നമ്മൾ ജയിക്കും ഒരു ദിനം. നമ്മൾ ഒറ്റക്കല്ല, നമ്മളാണ് ഈ ഭൂമി. കേരളത്തെ ഞെട്ടിച്ച ജിഷ കൊലപാതകമുണ്ടാക്കിയ കോളിളക്കവും പുതിയ അന്വേഷണ സംഘം കൊലപാതകയെ പിടികൂടിയതും 2016-ൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കേരളം തെരഞ്ഞെടുപ്പ് ചൂടി നിൽക്കവേ മെയ് 2-നാണ് പെരുമ്പാവൂരിൽ ജിഷ എന്ന നിയമവിദ്യാർത്ഥിനി ലൈംഗിക പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത്. പെരുമ്പാവൂരിലെ ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞിരുന്ന ജിഷയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വിവരം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പ്രതിഫലിച്ചു. 38 മുറിവുകളാണ് ജിഷയുടെ ദേഹത്തുണ്ടായിരുന്നത്. പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിയാതിരുന്നതും ജിഷയും അമ്മയും അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും അന്നത്തെ UDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. LDF ജിഷയുടെ കൊലപാതകം ചർച്ചാ വിഷയമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ LDF സർക്കാർ അധികാരമേറ്റ ദിവസം ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ജിഷയുടെ കൊലപാതകയെ കണ്ടെത്താൻ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അന്വേഷണ സംവിധാനത്തിന് മാറ്റം വേണം എന്നാണ്
ക്യാബിനറ്റ് കണ്ടത്. ശ്രീമതി സന്ധ്യയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം അന്വേഷിക്കണം എന്നാണ് കാണുന്നത്. ADGP വി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അമീറുൽ ഇസ്ലാം എന്ന അസംകാരനാണ് ജിഷയെ കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തി. കേരള കോൺഗ്രസും UDF വിട്ടതാണ് 2016 പ്രധാന രാഷ്ട്രീയ മാറ്റം. 34 വർഷത്തെ UDF ബാന്ധവം ഉപേക്ഷിച്ചാണ് കേരള കോൺഗ്രസും UDFൽ നിന്ന് പുറത്തേക്ക് പോയത്. പത്തനംതിട്ടയിലെ ചരൽക്കുന്നിൽ നടന്ന നേതൃയോഗത്തിലാണ് കേരള കോൺഗ്രസും UDF വിടാൻ തീരുമാനമെടുത്തത്. 1982 മുതൽ UDFിൻ്റെ ഭാഗമായിരുന്നു കേരള കോൺഗ്രസ് എം. 34 വർഷത്തെ UDF ബാന്ധവം ഉപേക്ഷിക്കാനുള്ള കാരണങ്ങൾ KM മാണി വാർത്താസമ്മേളനത്തിൽ എണ്ണി പറഞ്ഞു. അപ്പോൾ UDF വിട്ടുമാറി ഒരു സ്വതന്ത്ര ബ്ലോക്കായിരിക്കുവാൻ ഇതുമൂലം പാർട്ടി തീരുമാനമെടുക്കുകയാണ്. ഞങ്ങളെയൊക്കെ ശത്രുതാ മനോഭാവത്തോടെയാണ് കാണുന്നത്. യുവർ എനിമി നമ്പർ 1 ഈസ് കേരള കോൺഗ്രസ്. മനസ്സിലാവാം. കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ തോൽപ്പിക്കുക ആരാ? കോൺഗ്രസ്സുകാർ തന്നെ. ഒരു ബറ്റാലിയൻ, അതിനുവേണ്ടി പ്രത്യേക റിക്രൂട്ട്മെൻറ്റാണ്. ATM കൗണ്ടർ കേന്ദ്രീകരിച്ച് നടന്ന അത്യാധുനിക കവർച്ച ഞെട്ടിക്കുന്നതായിരുന്നു. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ATMലാണ് വിദേശികളായ മോഷ്ടാക്കൾ ക്യാമറയും ഹൈടെക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇടപാടുകാരുടെ പിൻ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ ചോർത്തിയെടുത്തത്. ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് ATM വഴിയുള്ള ഹൈടെക് മോഷണം കണ്ടുപിടിക്കപ്പെടുന്നത്. ATMകളിൽ രഹസ്യ ക്യാമറ സ്ഥാപിച്ച് പണം തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയെ അധികം വൈകാതെ തന്നെ മുംബൈയിൽ നിന്ന് കേരള പോലീസ് പിടികൂടി. റൊമേനിയൻ പൗരൻ മരിയൻ ഗബ്രിയേലാണ് മുംബൈയിൽ അറസ്റ്റിലായത്. തട്ടിപ്പ് സംഘം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും പാസ്പോർട്ടിൻ്റെ പകർപ്പുകളും പോലീസ് കണ്ടെത്തി. വിക്ടർ ക്രിസ്ത്യൻ, ഫ്ലോറിയൻ എന്നിവരായിരുന്നു കൂട്ടുപ്രതികൾ.